ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ ചോപ്പർ ഒരു കേടും കൂടാതെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ആ ചോപ്പറിൻ്റെ അവസ്ഥ എന്താണെന്ന്. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ കേടൊന്നും ആയില്ല കേട്ടോ. ഇന്ന് പാതുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ലേസ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞ് ഞാൻ ഫോണിൽ കണ്ട പോലെ ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു സമയത്തെ കാര്യങ്ങളാണ് ഇത് കേട്ടോ. പിന്നെ എനിക്ക് നല്ല പണിയായിരുന്നു, അത്യാവശ്യം വലിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മൾ ഫയർ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോപ്പറിലിട്ടിട്ട് അരിയലും ഭയങ്കര തിരക്കായിരുന്നു. ഈ ഫോണിൽ കണ്ടിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. മറ്റേ സബോളയും തക്കാളിയൊക്കെ വെച്ച് ലേസ് പൊടിച്ചിട്ടുണ്ടാക്കൂലേ, അപ്പോൾ ആ ഒരു തിരക്കാണ്. എനിക്കാണെന്നുണ്ടെങ്കിലോ നാളേക്ക് വേണ്ടിയിട്ട് മന്തിക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയും വേണം. ഇവരുടെ കഴിഞ്ഞിട്ട് എൻ്റെ പണികൾക്കൊക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ലേസൊക്കെ അവിടെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫയ്യ. അങ്ങനെ അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് പതുക്കെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്തായാലും മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയും വേണം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടാ. ഞാൻ അങ്ങനെ പറഞ്ഞു മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ മേടിക്കാൻ പോയ ആളെന്ത് കിട്ടി, അത് മന്തിക്ക് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. എപ്പോഴും ഞാൻ ബിരിയാണിക്കായിട്ട് കട്ട് ചെയ്യിച്ച് അങ്ങനെ മന്തി ഉണ്ടാക്കാറാണ് ചെയ്യാറ്. ഇത്രയും വലിയ പീസായി കൊടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അത് വെറുതെ കൊളാക്കണ്ടല്ലോ വിചാരിച്ച്. എനിക്കാണെങ്കിൽ ചിക്കൻ കട്ട് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഇനി ഓരോ കാര്യങ്ങളായിട്ട് മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടല്ല കേട്ടോ ചെയ്യാറ്. ക്യാപ്സിക്കം, മല്ലിയില, അതുപോലെ കുരുമുളക് എല്ലാം ഇട്ടിട്ടാണ് ചെയ്യാറ്. പിന്നെ മാഗി ക്യൂബ് ഒരു 2-3 പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പൊന്നും പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇടണ്ടല്ലോ. മാഗി ക്യൂബിൽ നിന്ന് അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരിക്കും. പിന്നെ പിറ്റേ ദിവസം ഇനി വേണമെങ്കിൽ നോക്കിയിട്ടൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഇട്ടത് അറബിക് മസാല ആണ് കേട്ടോ. പിന്നെ ഓയിൽ ഒഴിച്ചു, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തലേ ദിവസം സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം സുഖമായി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ക്ലീനിങ് ആണ്. ചിക്കൻ സെറ്റാക്കിയതിൽ കളർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, കളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് അതിൽ ആക്കിയത്. റെഡ് കളറാണ് വാങ്ങിച്ചത്. അത് നാരങ്ങ നീരിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഈ ഒരു ചിക്കനിലോട്ട് 3 പീസ് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പ് എക്സ്ട്രാ ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ചോറ് വെക്കണേൽ നമ്മൾ എന്തായാലും ഉപ്പ് ചേർക്കുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ ഇരിക്കട്ടെ. ആ ടൈമിൽ തന്നെ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി കുതിർത്താൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറോളം അരി കുതിർത്താൻ വേണ്ടി വെക്കുക. അപ്പോൾ വലിയ മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറിന് വെള്ളം വെക്കലും പിന്നെ ചിക്കൻ അടുപ്പത്ത് വെക്കലൊക്കെ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടൈമിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ടൈമിങ്ങിൽ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ നമുക്ക് ചോറ് ഇതിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഉണക്കനാരങ്ങ ഉണ്ടായിരുന്നില്ല ചോറിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ചോറിലേക്കായിട്ട് ക്യാപ്സിക്കം ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതിയോളം ഒന്ന് റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ഫയ്യക്കുട്ടിയും കൂടെ നല്ല തല്ല് നടക്കുന്നുണ്ട്. അവൾ പറഞ്ഞാലാണെങ്കിൽ കേൾക്കണില്ല, എന്തോ പുറത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. വെയിലത്ത് പോവല്ലേ പറഞ്ഞിട്ട് കേൾക്കണുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ചിക്കനൊക്കെ ഏറെക്കുറെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ചട്ടകം വെച്ച് കുത്തി ഒന്ന് മുറിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പീസായതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കോ മല്ലിയിലോ ഒന്നുമില്ല കേട്ടോ. എല്ലാം അലിഞ്ഞ് പോയിട്ടുണ്ട് ആ ഒരു ചിക്കനിൽ കൂടെ തന്നെ. പിന്നെ നമ്മൾ എന്തൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടേതായൊരു ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുകയാണല്ലോ വേണ്ടത്. നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതിൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊന്നിനൊരു കണക്കോ ഇതൊന്നും നോക്കാറില്ല. എല്ലാം എൻ്റേതായൊരു രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കും.
അങ്ങനെ ചോറൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ പച്ചമുളക് ക്യാരറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ക്യാരറ്റൊന്നും വെക്കണമെന്നൊന്നുമില്ല, എന്നാലും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കാരണം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി ഒരു ഇത്തിരി കളറും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ റെഡ് കളറും കൂടെ നാരങ്ങ നീരിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഞാൻ അത്ര അങ്ങോട്ട് ചോറിലാണെങ്കിലും വല്ലാണ്ടൊന്നും ഒഴിക്കാറില്ല കേട്ടോ. മന്തിയിൽ നല്ലപോലെ ഓയിൽ കുറച്ച് ഉണ്ടാവാറുണ്ട്, പക്ഷേ സൺഫ്ലവർ ഓയിൽ അത്ര വലിയ നല്ലതൊന്നുമല്ലല്ലോ നമുക്ക്. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ. ഇനി ഒന്ന് സ്മോക്ക് ചെയ്യണം കേട്ടോ. അതിനായിട്ട് കണലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് വെച്ച ആ ഒരു കണൽ തന്നെ ആണ് കേട്ടോ അതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു പാത്രത്തിൽ ഇതേ കണലിട്ടിട്ട് അതിൽ ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂടി വെക്കാം കേട്ടോ. പച്ചമുളക് പിന്നെ ഞാൻ അതിൻ്റെ ശേഷമാണ് പിന്നെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആവിയൊന്ന് പോവാത്ത രീതിയിലാക്കി വെക്കട്ടെ. ഇനി അതിലേക്ക് മയോണൈസൊക്കെ ഒന്ന് ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് മുട്ടയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കട്ടെ കേട്ടോ, വെള്ളയും മഞ്ഞയും കൂടെ. തക്കാളി വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ട് മന്തിക്കായിട്ട് ഉണ്ടാക്കൂലേ, അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ കഞ്ഞി ഞാൻ കുറച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. 11 മണിയൊക്കെ ആണ് ടൈമിൽ. ഇനിയിപ്പോൾ വിശന്നേന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് കഞ്ഞിയും കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കഞ്ഞി കുടിക്കലും അതൊക്കെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചോറൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ മുകളിൽ നിന്ന് ചോറൊക്കെ ഒന്ന് മാറ്റി അടിയിൽ നിന്ന് മസാല എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചോറൊന്ന് മിക്സ് ചെയ്ത് പിന്നെയാണ് അതിൻ്റെ മുകളിൽ ഞാൻ പീസ് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇലയിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ഇലയിൽ കഴിക്കാറുണ്ട്, കുട്ടികളൊക്കെ ഉള്ള ദിവസം. അപ്പോൾ ഒരു ഇതിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾ 3 ആൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആർക്കും വീഡിയോ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഇലയിട്ടിട്ട് ഇരുന്നതാണ്. പിന്നെ അതിന് ശേഷം എല്ലാവരും കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനിയും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.